ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് വീഡിയോ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ എടുത്തിരിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹക്കാബോസ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. അതിനൂടെ വലാഗ്രോ വിവോ എന്ന് പറയുന്നത്. ഈ രണ്ട് കോമ്പിനേഷൻ പലരും കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടും ഉണ്ടാവും. എന്നാലും നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് വലിയ ചെടികൾക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹക്കാബോസ് പ്ലസ് വിവോ എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. ഹക്കാബോസ് പ്ലസ് വിവോ എന്ന് പറയുന്ന കോമ്പിനേഷൻ നമ്മൾ എടുക്കാനുള്ള കാരണം നമ്മൾ കാൽസ്യനേറ്റഡ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു NPK ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ NPK പ്ലസ് കാൽസ്യം വരുന്നൊരു കോമ്പിനേഷൻ വളരെ റെയറാണ് നമുക്ക് മാർക്കറ്റിൽ. നമുക്ക് ICLലൊക്കെ ഫോളിയർ ഗ്രേഡിലൊക്കെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടെന്നല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് ട്രെഞ്ചിങ് ഗ്രേഡിലുള്ള NPK പ്ലസ് കാൽസ്യനേറ്റഡ് വരുന്ന നല്ലൊരു കോമ്പിനേഷൻ ഈ കോമ്പോയുടെ ഹക്കാബോസ് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. NPK നൈട്രജൻ 10%, നൈട്രജൻ 10%, ഫോസ്ഫറസ് 31%, പൊട്ടാഷ് 10%, കാൽസ്യം 10%. അപ്പോൾ നമുക്ക് NPKയുടെ ഒപ്പം കാൽസ്യം കൂടെ വരുന്നൊരു കോമ്പിനേഷനാണ്. നമുക്കറിയാം, കോംബോ എക്സ്പെർട്ടിൻ്റെ റിസൾട്ടുകളെ കുറിച്ചൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്യാവശ്യം എല്ലാവരും തന്നെ കോമ്പോയുടെ കൃഷി ചെയ്യുന്ന എല്ലാവരും തന്നെ കോമ്പോയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പം നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ഡ്രോബാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയാണ്. നമ്മളെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു വിലയാണ്. 25 കിലോ ചാക്കിന് 11,500 രൂപ വരെയൊക്കെയാണ് വില വരുന്നത്. പല സ്ഥലങ്ങളിലും 12 രൂപയ്ക്ക് വരെ ലഭ്യമാകുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഏകദേശം നോക്കുമ്പോൾ ഒരു 450 രൂപ 1 കിലോ ഉപയോഗിക്കുകയാണെങ്കിൽ 450 രൂപ ബാരൽ കോസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വളത്തിന് മാത്രം 450 രൂപ ബാരൽ കോസ്റ്റായി. അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബയോസ്റ്റിമുലൻ്റാണ് വിവോ എന്ന് പറയുന്നത്. നമ്മൾ വലാഗ്രയുടെ എല്ലാ പ്രോഡക്റ്റിലും കാണുന്ന പോലെ അതിൽ എഴുതി വെച്ചിരിക്കുന്ന അവർ അമിനോ ആസിഡ്, പ്രോട്ടീൻ, ഹൈഡ്രോക്സൈഡ്, സീവീഡ് എന്നൊക്കെയുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഹുമിക്ക്, സീവീഡ്, ഫൾവിക്ക്, ഓർഗാനിക് കാർബൺ അങ്ങനെ പല കോമ്പിനേഷൻ വരുന്നൊരു ബയോസ്റ്റിമുലൻ്റാണ്. നമുക്ക് ട്രെഞ്ചിങ്ങിന് നല്ല റിസൾട്ട് നൽകുന്നൊരു കോമ്പിനേഷനാണ്. നമുക്ക് ഈ സമയങ്ങളിൽ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പുതുമഴ പെയ്ത തോട്ടങ്ങളിലൊക്കെ പൊതുവേര് അടിച്ചു വരുന്നതിൻ്റെ വേരിൻ്റെ അളവ് നല്ലപോലെ കൂട്ടണം. നല്ല ചല്ലിവേരുകൾ, നല്ല നമ്മൾ പൊടിവേരുകൾ എന്ന് പറഞ്ഞാൽ വേരുകൾ നല്ലപോലെ ഉണ്ടാകാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ വിവോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ഈ വിവോ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പുതുവള്ളികളിലൊക്കെ നല്ല രീതിയിൽ കായ് സെറ്റിങ്സും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹക്കാബോസ് പ്ലസ് വിവോയാണ്. ഹക്കാബോസ് 1 കിലോയും വിവോ ഒരു 300 മില്ലിയും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഹക്കാബോസിൽ വരുന്ന കോമ്പിനേഷൻ ഹക്കാബോസിൻ്റെ പുറത്തുള്ള കവർ നമ്മൾ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അവർ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നൈട്രജൻ 10% ഉണ്ട്, അമോണിക്കൽ നൈട്രജൻ 4%, നൈട്രിക് നൈട്രജൻ ഒരു 6% വരുന്നത്, വാട്ടർ സോല്യൂബിൾ ഫോസ്ഫറസ് 31%, പൊട്ടാഷ് 10%, കാൽസ്യം 10%. പിന്നെ അതിനകത്ത് ട്രേസ് എലമെൻ്റ് ആയിട്ട് വരുന്ന അയണ 0.05% ഉണ്ട്. അതേപോലെ മഗ്നീഷ്യം 0.5% ഉണ്ട്, മൊളിബീനിയം 0.1% ഉണ്ട്, സിങ്ക് 0.2% ഉണ്ട്, ബോറോൺ 0.1% ഉണ്ട്, കോപ്പർ 0.2% ഉണ്ട്. നമ്മളിതിങ്ങനെ പൊട്ടിച്ച് വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഹക്കാബോസിൻ്റെ പാക്കിങ് നോക്കി കഴിയുമ്പോൾ പുറത്ത് 10, 31, 10 മാത്രമേ കാണത്തുള്ളൂ. നമ്മളപ്പോൾ ഇതിനകത്ത് കാൽസ്യം ഇല്ലയെന്ന് വിചാരിക്കും, ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും കോമ്പിനേഷനില്ല. പക്ഷേ അകത്തെ പാക്കറ്റിലാണ് എല്ലാ പാക്കറ്റുകളിലും അഡീഷണൽ കാൽസ്യത്തിൻ്റെ 10% അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇതാണ് pH വളരെ ലോ ആയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ്റെ. ഇതുകൂടാതെ നമ്മൾ ഹക്കാബോസിൻ്റെ പറയാൻ വിട്ടു 1-2 കാര്യങ്ങളാണ്. ഹക്കാബോസിൻ്റെ വിലയെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു വിലയാണ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കൊരു കാൽസ്യനേറ്റേറ്റ് കൊടുക്കുക, അതിന് ശേഷം ഒരു NPK കൊടുക്കുക, അല്ലെങ്കിൽ NPK കൊടുത്തതിന് ശേഷം കാൽസ്യനേറ്റേറ്റ് കൊടുക്കുക. ഈ 2 കോമ്പിനേഷൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരേ റിസൾട്ട് ഈ ഒരേ കോമ്പിനേഷൻ നമുക്ക് കിട്ടും. നമ്മൾ ഈ കോമ്പിനേഷൻ നോക്കിയാൽ അറിയാം, 10, 31, 10 + 10 എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ് വരുന്നത്. അതിൽ പിന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം ലോ pH എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം NPKയിൽ പ്ലസ് കാൽസ്യം ആഡായി വന്നിട്ടുണ്ട്. അതിനുള്ള ലോ pH എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ലോ pH കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോ pHൽ ഫോസ്ഫറസിൻ്റെ അപ്ടേക്ക് നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിമ്പടിക്കാത്ത ചെടികൾക്കൊക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ ചിമ്പടിച്ച് വരാനുള്ള ടെൻഡൻസി കിട്ടും. വള്ളി അടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സ് കിട്ടും. അങ്ങനെ എല്ലാത്തിനും കൂടെ എന്താ പറയുക, ഒറ്റമൂലി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോമ്പിനേഷനാണിത്. നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കറിയാം കാൽസ്യം പ്ലസ് ബോറോണൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് ഉണ്ടാകും. അതേപോലെ കാൽസ്യം നൈട്രേറ്റ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിമ്പ് നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതേപോലെ ഫോസ്ഫറസ് കൈയായിട്ട് ചെടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചിമ്പടി ഉണ്ടാകും, വേനലിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു കോമ്പോയിൽ വന്നൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഈ ഹക്കാബോസ് കൊടുത്തു കഴിയുമ്പോൾ ചെടിയിൽ കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ കിഴങ്ങ് നല്ല രീതിയിൽ വണ്ണം വെച്ച് വരുന്നത്. ആ കിഴങ്ങ് നല്ല രീതിയിൽ വണ്ണം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചിമ്പടിക്കേണ്ട അടുത്ത് 2 ചിമ്പടിച്ച് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ആ കിഴങ്ങിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ച്.
അങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. കായ് സെറ്റിങ്സിന് നല്ലതാണ്, അതേപോലെ നല്ല ഓവറോൾ ഗ്രോത്തിന് നല്ലതാണ്, പിന്നെ വേനലിനെ ഒന്ന് പ്രതിരോധിക്കാൻ നല്ലതാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ അതിനകത്ത് പലതരം തരികളായിട്ടാണ് കിടക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു റവ പോലൊരു തരി, പിന്നെ പഞ്ചസാര തരി പോലൊരു തരി, പിന്നെ ഉരുണ്ട ഒരു വൈറ്റ് കളറിലൊരു തരി, പച്ച കളറിൽ കാണുന്നത് നമ്മുടെ കാൽസ്യമാണ്. അങ്ങനെ കുറേ കണ്ടൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അഡീഷണലി ഇതിന് ട്രേസ് എലമെൻ്റായിട്ട് സിങ്ക്, ബോറോൺ, മഗ്നീഷ്യം, കോപ്പർ, അയൺ, ഇങ്ങനെയൊക്കെ മൈക്രോ ന്യൂട്രിയൻസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വില പ്രശ്നമില്ലാത്തവർക്ക് ഉപയോഗിക്കാം. നമ്മൾ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഈ രണ്ട് കോമ്പിനേഷനോട് ഒന്നിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോമ്പിനേഷനാണ്. അല്പം കോസ്റ്റ്ലിയാണ്. നമ്മളിപ്പോൾ നല്ലൊരു ബയോസ്റ്റിമുലൻ്റ് ഒക്കെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-800 രൂപ മുടക്ക് വരും. അപ്പോൾ ആ ഒരു കോസ്റ്റ് പ്രശ്നമില്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ നല്ലൊരു കോമ്പിനേഷനാണ്. റിസൾട്ട് യാതൊരു സംശയവും ഇല്ലാത്തൊരു കോമ്പിനേഷൻ കൂടിയാണ്. ഇത്രയൊക്കെ നമുക്ക് ഹക്കാബൂസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെയും നമ്മൾ പറയുകയാണ്, ആർക്കും നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ നമുക്ക് മേടിക്കണമെങ്കിൽ മിനിമം 450 തൊട്ട് 500 രൂപ വരെ വില വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബയോസ്റ്റിമുലൻ്റ് ഒരു 300 രൂപ മുടക്ക് വന്നു കഴിഞ്ഞാൽ ബാരൽ കോസ്റ്റ് 800 രൂപയായി. ഒരു 100 ബാരൽ ഒഴിക്കുന്നതിന് 80,000 രൂപ മുടക്കാവുന്നുണ്ട്. അത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു പ്രോഡക്റ്റാണ്. പിന്നെ നല്ല വർത്തിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. അത്രയും വില നമ്മൾ കൊടുത്താലും നല്ല എക്സലൻ്റ് റിസൾട്ടാണ്. നമ്മളതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ ഒഴിച്ചിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ പുറത്തു വിടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഹക്കാബൂസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് NPK പ്ലസ് കാൽസ്യം വരുന്ന ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് കോമ്പോഡ് ഹക്കാബൂസ്. അതിൽ pH ലോ ആയിട്ട് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഫോസ്ഫറസിൻ്റെ അപ്ടേക്ക് നല്ലതായിരിക്കും. ഓവറോൾ ചെടിക്ക് നല്ല ഗ്രോത്തും കിട്ടും. നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നല്ല കായകളുള്ള ചെടികൾ, അതേപോലെ ചിമ്പടിക്കാനുള്ള ചെടികൾക്കെല്ലാം കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഫോസ്ഫറസ് അല്പം ഹൈ ആണ്, അതേപോലെ കാൽസ്യം അതിനകത്തുണ്ട്, നൈട്രജനും പൊട്ടാഷ്യം ആവശ്യത്തിനുണ്ട്. അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. അതിന് ആകപ്പാടുള്ള ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞ വിലയാണ്. നമുക്കിപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ 450 രൂപ 1 കിലോ ഹക്കാബൂസിനാകും. അതേപോലെ നമ്മൾ വിവോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ബാരലിൽ ഒരു 300 രൂപ വരെ മുടക്കാവുന്നുണ്ട്. അപ്പോൾ 450, 300, 750 രൂപ ബാരൽ കോസ്റ്റ് ആകുന്ന ഒരു കോമ്പിനേഷനാണ്. 10 ലിറ്റർ വെച്ച് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ഭീമമായ ഒരു കോസ്റ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കോസ്റ്റ് പ്രശ്നമില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഹക്കാബൂസ് നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മൾ ഇതിന് മുന്നേ ഹക്കാബൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ വരെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. 1/2 കിലോയ്ക്ക് തന്നെ അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. 1 കിലോ കൊടുക്കണം, നല്ല പ്രോപ്പർ റിസൾട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കോസ്റ്റ് പ്രശ്നമില്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഹക്കാബൂസിൻ്റെ കോമ്പിനേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് വലാഗ്രോയുടെ ഓൾട്ടൻറ്റി എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. വലാഗ്രോയുടെ എല്ലാ പ്രൊഡക്റ്റിലും കാണുന്ന പോലെ ട്രേസ് എലമെൻ്റായിട്ട് ഇതിനകത്തും ബോറോണാണ് വന്നിരിക്കുന്നത്. 20% നൈട്രജൻ, 20% ഫോസ്ഫറസ്, 20% പൊട്ടാഷ്യാണ് വന്നിരിക്കുന്നത്. പിന്നെ വലാഗ്രോയുടെ എല്ലാ പ്രൊഡക്റ്റിനും ഉള്ള പോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല വളക്കൂറുള്ള മണ്ണുകളിലേക്കുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്നത് നമുക്ക് മണൽപ്പറ്റ് പോലുള്ള കണ്ടം പോലുള്ള പ്രദേശങ്ങളായിരിക്കും ഈ ഓൾട്ടൻറ്റി നമുക്ക് നല്ല റിസൾട്ട് നൽകുന്നത്. കാരണം നൈട്രജൻ 20% നൈട്രജൻ വരുന്നുണ്ട്. നമുക്കതൊരു നല്ല വളക്കൂറുള്ള മണ്ണുകളിൽ അത്രയും നൈട്രജൻ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലങ്ങളിൽ ചെറിയ അഴുകൽ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് വളക്കൂറ് കുറവുള്ളത് അല്ലെങ്കിൽ പാറക്കെട്ട്, മണൽപ്പറ്റൊക്കെ കൂടുതലുള്ള മേഖലകളിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ വലാഗ്രോയുടെ ഓൾട്ടൻറ്റി. ഇതിൻ്റെ ഒരു 25 കിലോയുടെ കോസ്റ്റ് നമുക്കൊരു 6000 രൂപ കോസ്റ്റ് വരുന്നൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലക്സിൻ്റെ പ്ലാന്റേഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. പലരും കണ്ടു കാണും. നമ്മൾ ഗ്രൂപ്പുകളിൽ കൂടെയൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്ലാന്റേഡിനെ പറ്റി. പ്ലാന്റേഡ് ശരിക്കും റൂട്ട് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ളൊരു കോമ്പിനേഷനാണ്. പ്ലാന്റേഡിനകത്ത് വന്നിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഇതിൽ കണ്ടൻറ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കമ്പനി അതിൻ്റെ ലേബൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ്, ഇൻഡോൾ അസറ്റിക് ആസിഡ്, അതേപോലെ തന്നെ ജിബർലിക് ആസിഡിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല നീട്ടമുള്ള വേരുകൾ, അതേപോലെ നല്ല പൊടി വേരുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കമ്പനിയുടെ അവകാശവാദം. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഈ കൊടിത്തലകളൊക്കെ നടുന്ന സമയത്ത് കൊടിത്തണ്ട് മുറിച്ചിട്ട് നമ്മൾ ഇതിൽ ഈ പ്ലാന്റേഡ് പോലുള്ള കോമ്പിനേഷന് മുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് വേര് ഉണ്ടാകാനായിട്ട് ഈ പ്ലാന്റേഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വലാഗ്രോയുടെ ഓൾട്ടൻറ്റി 1 കിലോയും പ്ലാന്റേഡ് ഒരു 200 ഗ്രാം വെച്ചാണ് നമ്മൾ ട്രെഞ്ചിങ് പോകുന്നത്. അത് അത്യാവശ്യം മണൽപ്പറ്റൊക്കെയുള്ള വളക്കൂറ് കുറവുള്ള മേഖലകളിലാണ് ഈ ഒരു കോമ്പിനേഷൻ പോകുന്നത്.
ഇതുകൂടാതെ നമുക്ക് ഓൾ 20 കുറിച്ച് പറയാനുള്ള ഓൾ 20 എന്ന് പറയുന്ന സാധനം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസിൻ്റെ കോമ്പിനേഷനാണ്. ട്രൈസ് എലമെൻ്റായിട്ട് ബോറോൺ ഉണ്ട്. അപ്പോൾ ബോറോൺ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാകാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ബോറോൺ. അപ്പോൾ നമ്മൾ ഈ ഓൾ 20 ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓൾ 90 ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല കായ് സെറ്റിങ്സിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനോടൊപ്പം തന്നെ നല്ല വെജിറ്റേറ്റീവ് ഗ്രോത്ത് നൽകാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ്. വേനൽക്കാലങ്ങളിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേനലിനെ പ്രതിരോധിക്കാം, ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ഇത്ര നൈട്രജൻ ഹൈ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കഴിവ് ചെടിക്ക് കിട്ടും. അതേപോലെ തന്നെ മഴക്കാലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇത്ര ഹൈ ആയിട്ട് നൈട്രജൻ ഉള്ളതുകൊണ്ട് തന്നെ അഴുകൽ ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. ഉണ്ടാകുമെന്നല്ല, സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ്, അത്ര നൈട്രജൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇത് കൂടാതെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക്, ചെറിയ ചെടികൾ, ഇളം ചെടികൾ പെട്ടെന്ന് വളർച്ച കിട്ടാനായിട്ട്, നല്ല ക്വിക്കായിട്ട് നല്ല വളർച്ച കിട്ടാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ നോക്കി നിൽക്കുക നമുക്ക് വളർച്ച കിട്ടും ഈ ഓൾ 20 ഉപയോഗിച്ച് കഴിഞ്ഞാൽ. തൈച്ചെടിക്കൊക്കെ കൊടുക്കാൻ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ്. വലിയ ചെടികൾക്കും ചിമ്പടിക്കുന്ന സമയങ്ങളിൽ കൊടുത്തു നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പം വേനൽക്കാലങ്ങളിൽ കൊടുക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തുരിശ് പോലെ ഇരിക്കും. നമ്മൾ കലക്കി വെച്ചാലും തുരിശിൻ്റെ ഒരു കളറും ആ ഒരു നീല കളറാണ് ഇതിന്. പിന്നെ 100% വാട്ടർ സോലുബിളാണ്, പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് ചേരുന്നൊരു കോമ്പിനേഷനാണ്. ഇതൊക്കെയാണ് നമുക്ക് ഓൾ 20 കുറിച്ച് പറയാനുള്ളത്. ഏകദേശം 25 കിലോയ്ക്ക് 6000 രൂപ വരെ വില വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പം വളരെ കോസ്റ്റൊന്നും നമുക്ക് ഉണ്ടാകുന്നൊരു കോമ്പിനേഷനല്ല. കുറഞ്ഞ കോസ്റ്റിൽ നല്ല കൂടുതൽ എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഓൾ 20 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മണൽപ്പറ്റ്, തീരെ വളക്കൂറ് കുറവുള്ള മണ്ണുകളിലൊക്കെ നല്ലൊരു ഓർഗാനിക് കാർബണിൻ്റെ കണ്ടൻറ്റ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചില മേഖലകളൊക്കെ കാണാം, മണൽ ഊറ്റിയെടുത്ത കണ്ടങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെടി എന്ത് ചെയ്താൽ കയറുക അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നിൽക്കുന്ന മേഖലകളിലൊക്കെ ഓൾ 20+ നല്ലൊരു ഓർഗാനിക് കാർബണിൻ്റെ കോമ്പൗണ്ട് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള മണ്ണ്, അതായത് വളക്കൂറിൻ്റെ പ്രശ്നങ്ങളുള്ള മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ട് കിട്ടുന്നൊരു കോമ്പിനേഷനാണ്. എന്നാൽ വളക്കൂറ് കൂടുതലുള്ള മണ്ണുകളിൽ അത് സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കേണ്ട ഒരു കോമ്പിനേഷൻ കൂടിയാണ്. അങ്ങനെ നല്ല പോസിറ്റീവും അതേപോലെ ചെറിയ നെഗറ്റീവുകളൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് മണൽപ്പറ്റുള്ളത് കൊടുക്കുകയാണെങ്കിൽ എക്സലൻറ്റ് റിസൾട്ടാണ്. അത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വില നമ്മൾ പറഞ്ഞത് 6000 രൂപ 25 കിലോയ്ക്ക് വിലയാണ്. വലിയ കോസ്റ്റിലാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കോമ്പിനേഷനാണ്. നല്ല അടിപൊളി കോമ്പിനേഷനുമാണ്. നമ്മൾ ഹക്കാബോസിന് നോക്കുമ്പോൾ ഒരു പച്ച കളർ കലക്കി കഴിയുമ്പോൾ നമ്മുടെ ഓൾ 20 നോക്കുമ്പോൾ ഒരു നീല കളറുമാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളർ ഡിഫറൻസ് ഒക്കെ വരുന്നത്. രണ്ടും ഏകദേശം നമ്മൾ 1 കിലോ വെച്ചൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ കോമ്പിനേഷനുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കൃഷിക്കാർക്കും ഈ വർഷം നല്ല വിളവുകളൊക്കെ കിട്ടി നല്ല കൃഷി സമൃദ്ധിയുടെ ഒരു കാലം തന്നെ ആകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതുകൂടെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലുകളൊക്കെ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ നെഗറ്റീവ് പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു.